ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ചുവന്നുള്ളി കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ ചുവന്നുള്ളി തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 20ഓളം വെള്ളുള്ളി അല്ലി കൂടി വേണം. ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി അതുകൂടി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൈ പാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചു. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് 1 സ്പൂണ് അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അരി വറുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക. അപ്പോൾ അത് ഈ കണ്ടീഷനിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു. ഇനി നമുക്കതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ തീ ലോ ഫ്ലെയിമിലിടുക. അതിലേക്ക് ഒരു 8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ 1.5 സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 15ഓളം കുരുമുളകും കൂടി ചേർത്ത് ഇതും ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു നാടൻ സ്റ്റൈലുള്ള കറി ആയതുകൊണ്ട് ഇത് മാത്രം മതി. ഇനി അതിലേക്ക് ഗരം മസാല, പട്ട ഒന്നും നമുക്ക് ചേർക്കേണ്ടതില്ല. മുളകൊക്കെ ഈ കണ്ടീഷനാകുമ്പോൾ ഓഫാക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അരി കൂടി ചേർത്ത് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതേ കണ്ടീഷനിൽ പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ആ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം, 2ആയി കീറിയത്. നല്ലതുപോലെ ആ എണ്ണയിൽ ഇതൊന്ന് വാട്ടി എടുക്കണം. അപ്പോൾ ആ ചുവന്നുള്ളിയും വെള്ളുള്ളിയും കൂടി നല്ലതുപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുവിധം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി സമയത്ത് നമ്മൾക്ക് നേരത്തെ പൊടിച്ച പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ബാക്കിയുണ്ട്, ഇത്ര മതിയാവും. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി അതുകൂടി ചേർക്കുക. അതുകൂടി ചേർത്ത് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറിക്ക് പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് അങ്ങോട്ട് ലൂസാക്കരുത്. അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഇനി ഞാനിതാ കുറച്ചുകൂടി ആ പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്കുണ്ട്. അതുകൂടി ചേർത്ത് കറക്റ്റായിട്ടുള്ള ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി വറുത്ത് പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്ന് കുറുകി വരും. ഒരു 3-4 മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഇതാകണ്ടല്ലേ, വേവിച്ചെടുത്തപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എരിവും പുളിയും ഉപ്പുമുള്ള നല്ലൊരു ചുവന്നുള്ളി കറിയാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കൊന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ ചുവന്നുള്ളിക്കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒന്നും അരച്ചൊന്നും ചേർക്കണ്ട. നല്ല സെറ്റായിരിക്കും. ചോറിൻ്റെ കൂടെ മാത്രമല്ല എന്തിൻ്റെ കൂടെ ഇത് ചേരും. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചുവന്നുള്ളി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ ഒരു ചുവന്നുള്ളിക്കറിയും ഉപ്പേരിയുമാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.